എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹിനോടുള്ള മഹബത്ത് അത് വർദ്ധിക്കുന്നതിന് ഇനി നമുക്ക് എന്താ നടപടി? ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ഈ മഹബത്ത് വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 10 കാര്യങ്ങൾ മുഹഖഖുകളായിട്ടുള്ള ഉലമാക്കൾ ഇസ്തിഖ്റാഅൻ മിൻ നുസൂസിൽ കിതാബ് വസ്സുന്നതി വആഥാരി സലഫിന സ്വാലിഹ് റളിയല്ലാഹു അൻഹു, ഖുർആനിന്റെ വചനങ്ങളിൽ നിന്നും റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്നും അതുപോലെ സലഫ് സ്വാലിഹുകളുടെ ആസാറുകളിൽ നിന്നും ഇസ്തിഖ്റാഅ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹിനോടുള്ള മഹബത്ത് കൂടാനുള്ള വഴി. ആ 10 നോട്ട് ചെയ്തിട്ട് 10 ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല, കഴിയുന്നത്ര കാര്യം നമ്മൾ നടപ്പിലാക്കിയാലേ നടക്കുള്ളൂ. ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുർ വത്തഫഹുമി ലിമആനീഹി വമാ ഉരീദ ബിഹി. ഖുർആൻ പാരായണം ചെയ്യുക, അതിന്റെ ഖുർആനിൽ അള്ളാഹു നമ്മെ തെര്യപ്പെടുത്തുന്ന ആശയങ്ങളെക്കുറിച്ച് നമ്മൾ പര്യാലോചന നടത്തുക. ആ ആയത്തിൽ അള്ളാഹിന്റെ മുറാദ് എന്താ, അള്ളാഹ് ഉദ്ദേശിച്ച കാര്യം എന്താണോ അതിനെക്കുറിച്ച് വേണ്ടതുപോലെ ചിന്തിക്കുക. ഖുർആൻ വായിക്കുക, അതിന്റെ തിലാവത്തിന് കൂലിയുണ്ട്, അതിന്റെ മആനിയെക്കുറിച്ച് തദബ്ബുറും തഫഹുമും നടത്തുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. പതിവായി ഖുർആൻ ഓതുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഓതുകയാണെങ്കിൽ തന്നെ അത് വെറും മോത്താണ്, അതിന്റെ പ്രതിഫലമുണ്ട്, അത് ചെറുതല്ല, വലിയ കാര്യമാണ്. അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ് തദബ്ബുറു മആനീഹി വതഫഹുമുഹു. ഇത് നമ്മൾ ഖുർആൻ ഓതുകയും അത് കൂടുതൽ വായിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മഹബ്ബത്തുല്ലാഹ്, അള്ളാഹിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ സ്നേഹം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് സ്വാധീനിക്കും, മേഖലകളിൽ അത് പ്രതിഫലിച്ചു വരും. ഇതൊന്നും ഇല്ലാതെ, ഉൾക്കരുത്തില്ലാണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തടുക്കുന്നു എന്ന് പറയുന്നത് കഴിയില്ല. ഏതൊരു കാര്യം മനുഷ്യൻ ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിന് മനസ്സിൽ അതിനുള്ള വിശ്വാസത്തിന്റെ കരുത്ത് വേണം. ആ കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കണം. ആ കരുത്ത് ആർജിക്കാനുള്ള അസ്ബാബുകളാണ് പറയുന്നത്. ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുക, അതിന്റെ മആനികൾ തദബ്ബുർ നടത്തിയിട്ട് തഫഹുമ് നടത്തിയിട്ട്. രണ്ടാമത്തേത് അത്തഖർറുബു ഇലല്ലാഹ് ബിന്നവാഫിൽ ബഅദൽ ഫറാഇദ്. ചിലരൊക്കെ ഉണ്ട്, നാടൻ ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റക്അത്ത് പിടിച്ച് റുക്കൂ എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ല റുക്കൂ പിടിച്ചിട്ട് റക്അത്ത് എടുക്കുന്ന ആൾക്കാരുണ്ട്, ലാസ്റ്റിലിട്ട് വരും. മനസ്സിലായില്ലേ? റുക്കൂ എത്തിയാൽ തന്നെ റക്അത്ത് എത്തിയാലോ ആ പറന്ന് മാത്രം പറഞ്ഞത്ര ഒപ്പിച്ചിട്ട് ജസ്റ്റ് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ട്. സുബൈസ്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സലാം വീട്ടി വാലൈക്കും മുസ്സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ തിരിഞ്ഞു വന്നിട്ടാണ് ഉറങ്ങും. ഇതല്ല അള്ളാഹു സ്നേഹിക്കുന്ന ഒരു അടിയാൻ, അള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു അടിയാൻ ഫർളുകൾ കഴിഞ്ഞാൽ പിന്നെ നവാഫിലുകൾ വർദ്ധിപ്പിക്കും. ما زال عبدي بالنوافل يقرب حتى أكون له يدا والأرجل. നവാഫിലുകൾ വർദ്ധിപ്പിക്കണം. അത് നമസ്കാരമാണെങ്കിൽ നവാഫിലുണ്ട്, നോമ്പാണെങ്കിൽ നവാഫിലുണ്ട്, സകാത്തിന് പുറമെ സ്വതക്കയുടെ നവാഫിലുകളുണ്ട്, ഹജ്ജും ഉംറയുമാണെങ്കിൽ നമുക്ക് സാധിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായതിന് പുറമെ നവാഫിലുകളുണ്ട്. വേറെ ഐച്ഛികമായ കാര്യങ്ങൾ എല്ലാറ്റിലും കൊടുത്തിട്ടുണ്ട്. ഫർളായ കാര്യങ്ങൾക്ക് പുറമെ ഐച്ഛികമായ കാര്യങ്ങൾ കൂടി. ഫർള് ചെയ്യാണ്ട് ഐച്ഛികമായ കാര്യം ചെയ്തിട്ടൊരു കാര്യമില്ല കേട്ടോ. ഫർള് പൂർത്തീകരിച്ചതിന് ശേഷം ആ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യണം. അതിൽ 2 നേട്ടം നമുക്കുണ്ട്. ഒന്ന്, ഫർളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാതെ പോയാൽ, എന്തെങ്കിലും കുറവുകൾ അപാകങ്ങൾ സംഭവിച്ചാൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇനത്തിൽപ്പെട്ട നവാഫിലുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അത് പരിഹരിക്കും. 2, ഇനി ഫർളുകളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നവാഫിലുണ്ടെങ്കിൽ അതുകൊണ്ട് അള്ളാഹിനെ കൂടുതൽ സ്നേഹിക്കും, അവനെ കൂടുതൽ സ്നേഹിക്കും, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം 2 പറഞ്ഞു. ഇനി മൂന്നാമത്തേത് ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാൽ ബിൽ ലിസാൻ വൽ ഖൽബ് വൽ അമൽ വൽ ഹാൽ. അള്ളാഹിനെ കുറിച്ചുള്ള റിമംബറൻസ്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണമാണ്. എല്ലാ സന്ദർഭങ്ങളിലും അത് കൽബ് കൊണ്ട്, മനസ്സിൽ ഓർമ്മ വേണം. മനസ്സില്ലാതെ നാവുകൊണ്ട് ചെല്ലരുത്. പിന്നെ മനസ്സിൽ മാത്രം വെച്ചാൽ പോരാ, നാവുകൊണ്ട് വിശ്വസിക്കുകയും വേണം. പിന്നെ അള്ളാഹിനെ കുറിച്ചിട്ട് അവന്റെ ജവാരഹകൾ കൊണ്ട്, അവന്റെ അവയവങ്ങൾ കൊണ്ട് ഓർക്കണം. അതാണ് അമല്. അതുപോലെ തന്നെ വൽ ഹാൽ, അവന്റെ എല്ലാ അവസ്ഥകളും ഒക്കെ അള്ളാഹിനെ ഓർത്തുകൊണ്ടായിരിക്കണം. നമ്മൾ ചിലപ്പോൾ പറയും വളരെ കാഷ്വലാകുന്ന ഘട്ടങ്ങളുണ്ട്. ഏത് കാഷ്വലാകുന്ന ഘട്ടങ്ങളിലും
അള്ളാഹനെ മറന്നുകൊണ്ട് അള്ളാഹനെ ഓർമ്മിക്കാതെ കണ്ടു പോകരുത്. ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, ശരീര അവയവങ്ങൾ കൊണ്ട്, നമ്മുടെ അവസ്ഥകൾ കൊണ്ട് എപ്പോഴും അള്ളാഹനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, വക്കാന യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാൻ, സദാ അള്ളാഹനെ സ്മരിക്കുന്നവനാണ്. അപ്പൊ അള്ളാഹിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി നാലാമത്തേത്, ഈസാറു മഹാബ്ബിഹി അലാ മഹാബ്ബിക ഇൻദ ഗലബാത്തിൽ ഹവാ. ചില കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ മനസ്സ് പറയുന്നു അങ്ങനെ വേണം, അങ്ങനെ വേണം, അതാണ് നല്ലത്, അതാണ് ഉത്തമം എന്ന് മനസ്സ് പറയും. ഇങ്ങനെയുള്ള മനസ്സിന്റെ അഭീഷ്ടങ്ങൾ ഉണ്ടല്ലോ, ആ അഭീഷ്ടങ്ങൾ വരുമ്പോ അതിനെ മാറ്റിവെച്ചിട്ട് അള്ളാന്റെ തീർപ്പെന്താണോ അതിന് മുൻഗണന കൊടുക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ചെറുപ്പക്കാരനാണ്, താടിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് 10-40 വയസ്സ് കഴിഞ്ഞിട്ട് വെക്കാം. ഇപ്പൊ ആവുമ്പോൾ ചെറിയ കുടുംബത്തിന് പ്രശ്നം, ഭാര്യയ്ക്ക് പ്രശ്നം, പിന്നെ സുഹൃത്തുക്കളൊക്കെ കളിയാക്കും, അല്ലെങ്കിൽ വേറെ ഇങ്ങോട്ട് നമുക്ക് പല ന്യായീകരണം കിട്ടും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പോകുന്ന ചില ആളുകളോട് അപ്പൊ താടി എടുക്കാൻ പറഞ്ഞു നേടുന്ന പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെ താടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഒരു വളരെ നേരിയതായാലും താടിനായാലും ഇങ്ങനെ പലതും ഹവകൾ പിശാച് ഇങ്ങനെ തരും. അത് വരുമ്പോ അള്ളാന്റെ തീർപ്പെന്താണ്, റസൂലുള്ളാഹിന്റെ തീർപ്പെന്താണ്, അതിന് മുൻഗണന കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഹവയും നമ്മുടെ അഭീഷ്ടങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും എതിരായി വരുമ്പോൾ അള്ളാഹുവിന്റെ തീർപ്പുകൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കും. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് നമുക്ക് വർദ്ധിച്ചു വരും. അത് ഓരോ കാര്യത്തിലും ചെയ്ത് പ്രാക്ടിക്കലായി ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് നമ്മൾ ശീലിക്കും. അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ചെറിയ ചെറിയ സുനനുകൾ എടുക്കുന്നിടത്തുനിന്ന് പൊട്ടിട്ട് പിന്നെ അവസാനം വലാഇന്റെയും ബറാഇന്റെയും മബാദികൾ വരെ അത് ഉയർന്നു വരേണ്ടതാണ്. പിന്നെ അഞ്ചാമത്തേത് മുസാരഅത്തുൽ ഖൽബ് ലിഅസ്മാഇ വസിഫാതി വമുശാഹദതുഹാ വതഖല്ലുബുഹു ഫി റിയാദി ഹാദിഹിൽ മഅരിഫ വമയാദീനിഹാ. ഹൃദയം കൊണ്ട് അള്ളാഹിന്റെ അസ്മാഉകൾ വായിക്കണം, അള്ളാഹുവിന്റെ സിഫാത്തുകൾ വായിക്കണം, അത് ശരിക്ക് നിരീക്ഷിക്കണം. ആ അസ്മാ സിഫാത്തിന്റെ ആ വിജ്ഞാന മേഖലയുടെ തോട്ടങ്ങളിലൂടെ, അതിന്റെ പൂന്തോപ്പുകളിലൂടെ നമുക്ക് സാധിക്കുന്നത്ര നമ്മുടെ ഹൃദയം വിഹരിക്കാൻ വേണ്ടി വിടണം. അസ്മാ സിഫാത്ത് പഠിച്ച അള്ളാഹിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹിന്റെ അസ്മാഉകൾ, അള്ളാഹിന്റെ സിഫാത്തുകൾ അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് ശരിയായ വിധത്തിൽ അറിയുമ്പോഴാണ് അള്ളാഹിനെ നമ്മൾ അറിയുന്നത്. അത് അറിയുമ്പോഴാണ് അള്ളാഹിന്റെ ഗുണഗണങ്ങൾ, അള്ളാഹുവിന്റെ കമാലുകൾ, അള്ളാഹുവിന്റെ ഇഫ്ളാലുകൾ, അള്ളാഹിന്റെ ഇഹ്സാനുകൾ അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പൊ സ്വാഭാവികമായും അള്ളാഹിനെ സ്നേഹിക്കുക. ആ സ്നേഹം കൂടുതൽ കൂടുതൽ ഊഷ്മളമാകും, കൂടുതൽ ദൃഢമാകും. വേർപ്പെടുത്താൻ പറ്റാത്ത വിധം അള്ളാഹുവിലേക്ക് അടുത്ത് സ്നേഹിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് അസ്മാ സിഫാത്തിന്റെ മേഖലയിൽ ആ പൂന്തോപ്പുകളിൽ ഹൃദയത്തെ വിഹരിക്കാൻ വിടുക, മനസ്സുകൊണ്ട് അസ്മാ സിഫാത്തുകൾ വായിക്കുക, അതിന്റെ വിശദാംശങ്ങൾ കാണാനും നിരീക്ഷിക്കാനും നിൽക്കുക. ഇതാണ് അടുത്ത കാര്യം. ആറാമത്തേത് മുശാഹദത്തു ബിർരിഹി വ ഇഹ്സാനിഹി വ നിഅമിഹിൽ ളാഹിറ വൽ ബാത്തിന. എപ്പോഴും അല്ലാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ അത് കാണാനുള്ള കണ്ണ് വേണം. അധികം ആളുകളും വളരെ നെഗറ്റീവായിട്ടാണ് പോവുക. അല്ലാഹ് ചെയ്തെന്ന നന്മല്ല കാണും. രണ്ട് കണ്ണും നമുക്ക് അല്ലാഹ് നൽകിയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മളെ മുടിയെന്ന് നിരച്ചിനെ കുറിച്ചായിരിക്കും അല്ലാഹ് ഇത്ര പെട്ടെന്ന് നിരപ്പിച്ചല്ലോ, അതിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പുറത്തൊരുത്തന് കണ്ണെന്ന് ഉണ്ടാവില്ല. അവന്റെ സ്ഥിതി ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇവന് മുടി നിരച്ച കാണുന്നത് കണ്ണ് കിട്ടിയതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉംറു ഇലാ മൻ ഹുവ ഫൗഖകും ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. ഇത്തരം നിഅമത്തിന്റെ കാര്യങ്ങൾ നിങ്ങളെക്കാളും കുറവ് കിട്ടിയിട്ടുള്ള താഴെ നിൽക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ മീതുള്ളവരിലേക്ക് നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തുസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും. അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചെറുതായി കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. നമ്മൾ ചെയ്തു തന്നിട്ടുള്ളതിലേക്ക് നോക്കി നിങ്ങൾ എന്തിനു പറയുന്നത്? ഇന്ന് നേരം വെളുത്ത് ഇനി നമ്മൾ കിടക്കുന്നതിന്റെ മുമ്പ് ഒരു 5-6 തവണ മൂത്രമൊഴിക്കും. ഈ മൂത്രമൊഴിക്കുന്നതിന്റെ വില ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും നിന്ന് പോകണം. ആ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ബേബിയിലോ മറ്റോ കൊണ്ടുപോയിട്ട് ഡയാലിസിസ് നടത്തിയാൽ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെ അല്ലാഹ് ചെയ്തു തന്നിട്ടുള്ള ഓരോന്നൊന്ന് ആലോചിച്ചു. ബിർറിലേക്കും ഇഹ്സാനിലേക്കും, അത് ലാഹിറായ പ്രത്യക്ഷമായ നിഅമത്തുകളിലേക്കും പ്രത്യക്ഷമല്ലാത്ത നമുക്ക് അല്ലാഹ് മുആഫാത്ത് നൽകി. അല്ലാഹ് നമുക്ക് ഹിദായത്ത് നൽകി. ഹിദായത്തിനേക്കാളും മുആഫാത്തിനേക്കാളും വലിയ നിഅമത്ത് വേറെ എന്ത് വേണം? ആലോചിച്ച് നോക്കി നിങ്ങൾ. അതിലേക്ക് നമ്മൾ നോക്കിയാൽ അല്ലാഹ് നമ്മൾ സ്നേഹിക്കേണ്ടി വരും.
സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ആ സ്നേഹം, അതിന്റെ തീവ്രത, അതിന്റെ ആ സ്നേഹത്തിന്റെ ഊഷ്മളത അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിഅമത്തുകൾ നിങ്ങൾക്ക് തോന്നണം. അതുകൊണ്ടാണ് അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹ് നിനക്കൊരു നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഖൽബ് കൊണ്ട് ഇഅ്തിറാഫ് വേണം, നാവ് കൊണ്ടത് പറയണം. ആ നിഅമത്ത് ചെയ്തു തന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രം, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം അത് ചെലവഴിക്കുകയും അല്ലാത്ത മാർഗത്തിലേക്ക് അതിനെ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യണം. അങ്ങനെ ശുക്ർ ചെയ്യണം. അപ്പൊ സ്വാഭാവികമായും ആ നിഅമത്തിന്റെ ഉടമസ്ഥനായ, നിഅമത്ത് ചെയ്തു തന്നവനായ അള്ളാഹുവിനെ സ്നേഹിക്കും. ആ സ്നേഹം വളരെ വളരെ ഊഷ്മളവും തീവ്രവുമായി വളർന്നു വരും. പിന്നെ ഏഴാമത്തേത് വഹുവ അഅ്ജബുഹ, ഏറ്റവും വലുതാണ്, ഇൻകിസാറുൽ ഖൽബി ബൈന യദൈഹി. അള്ളാന്റെ മുന്നിൽ നമ്മുടെ മനസ്സങ്ങട്ട് തകരണം. നിസ്കരിക്കാൻ നിന്നാൽ നമ്മൾ അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത്. വുളു ഉണ്ടാക്കി, ശരീരം വൃത്തിയാക്കി, മനസ്സ് വൃത്തിയാക്കി, വസ്ത്രം വൃത്തിയാക്കി, നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കി, സമയം അതിനൊത്ത സമയങ്ങൾ നോക്കി, എന്നിട്ട് അള്ളാന്റെ മുന്നിൽ നിന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ അള്ളാന്റെ മുന്നിൽ ഒരു അടിയാൻ നിൽക്കുമ്പോൾ അവരായിട്ട് തകരും. ആ മനസ്സ് അള്ളാന്റെ മുന്നിൽ തകരും. അങ്ങനെ തകർന്ന മനസ്സോടുകൂടി അള്ളാഹിനോട് നമ്മളെ സങ്കടം പറയും, നമ്മളെ ആവശ്യങ്ങൾ പറയും, അള്ളാഹ് ചെയ്തു തന്ന നിഅമത്തിന് ശുക്ർ പറയും, അള്ളാഹുവിനോട് ഇനി അവന്റെ ഫദ്ൽ കൂടുതൽ കിട്ടാൻ വേണ്ടി പറയും. ആ പറയുന്ന സമയത്തുള്ള ഹൃദയത്തിന്റെ, അവന്റെ മുന്നിൽ നമ്മൾ ചെറുതാകുന്ന, നമ്മൾ തകരുന്ന അവസ്ഥ, അങ്ങനെയുള്ള ഇൻകിസാറുൽ ഖൽബ്, അത് ആർക്കാണുള്ളത്? ആർക്കില്ല. ഹൃദയമൊക്കെ കടുത്തുറച്ചു പോയി. ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ അത് ഏതെങ്കിലും പ്രത്യേക സ്റ്റൈലില്ല വാക്കൊക്കെ പറഞ്ഞൊപ്പിച്ചിങ്ങാണ്ട് പോരാന്നല്ലാതെ അപ്പോഴും നമ്മളെ ശ്രദ്ധ നമ്മൾ എടുത്തിട്ടുള്ള പാന്റ് ഇൻസൈഡ് ആക്കിയതാ തെറ്റുന്നുണ്ടോന്നായിരിക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും കൂടി. ആ മാതിരി അവസ്ഥ വിട്ടിട്ട് ഇൻകിസാറുൽ ഖൽബ് ഉണ്ടാകണം. നിസ്കരിക്കാൻ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും നമ്മളെന്താ ഖസ്വത്തുൽ ഖൽബ് കൊണ്ട് വേറെ ചില കാര്യത്തിലായിരിക്കും. മറിച്ച് ഞാൻ അള്ളാഹിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, തകരണം. വഹുവ അഅ്ജബുഹ. എട്ടാമത്തേത് അൽ ഖൽവതു വഖ്ത നുസൂലിൽ ഇലാഹി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേപോലെ തന്നെ അള്ളാഹിന്റെ നുസൂൽ ഉണ്ടാകും എന്ന് പറയപ്പെട്ടിട്ടുള്ള ചില സമയങ്ങളുണ്ട്. സുലുസുൽ ലൈൽ അൽ ആഖിർ, രാത്രിയെ മൂന്നാക്കിയാൽ അതിന്റെ അവസാനത്തെ പാർട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രി ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറഫ ദിവസം അതിന്റെ വൈകുന്നേരത്ത് അള്ളാഹ് ഇറങ്ങുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നുസൂൽ ഇലാഹി, അള്ളാഹുവിന്റെ നുസൂൽ ഉണ്ടാകുന്ന സമയത്ത് ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ പിടി. ആ സമയത്ത് നമ്മൾ തനിച്ചാവുക, നമ്മുടെ റബ്ബുമായിട്ട് നമ്മൾ തനിച്ചാവുക, അവന്റെ കലാമ് പാരായണം ചെയ്യുക, അതിനുശേഷം അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക, സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്ന് തൗബ അനുദപിച്ചുകൊണ്ട് മടങ്ങുകയും അള്ളാഹിനോടത് പൊറുക്കാൻ ആവശ്യപ്പെടുക, ഇസ്തിഗ്ഫാറും തൗബയുമായിട്ട് മടങ്ങുക. എങ്കിൽ ആ സമയത്തിന് ബർക്കത്തുള്ള സമയമാണ്, അള്ളാഹിലേക്ക് അടുക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ആ സമയത്ത് അള്ളാഹു നമ്മളും തമ്മിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായും സ്നേഹം കൂടി കൂടി ആ ബന്ധം കൂടുതൽ സുദൃഢവും കൂടുതൽ ഊഷ്മളവുമായി തീരും. ഇതാണ് 8. 9-ാമത്തേത് കോമഡിയൊക്കെ ഒന്ന് ഒഴിവാക്കുക, കോമഡിക്കാരൊക്കെ ഒന്ന് വിടുക. മറിച്ച് കുറച്ച് അള്ളാഹിനെ പേടിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള സഹവാസം വർദ്ധിപ്പിക്കുക, നല്ല വാക്കുകളൊക്കെ ഒന്ന് കേൾക്കുക. മുജാലസത്തുൽ മുഹിബ്ബീൻ അസ്സാദിഖീൻ. ഇന്ന് മനുഷ്യനെ ഹൃദയത്തിനെ കൂടുതൽ പരുഷമാക്കുന്നത്, അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നത്, അവനോടുള്ള സ്നേഹത്തിന്റെ ആ ഇരടുകൾ ദുർബലമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഖസ്വത്തുൽ ഖൽബിന് കാരണമാകുന്ന ഇത്തരം കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളെ ഓരോരുത്തരുടെയും കയ്യിലുള്ള സ്മാർട്ട് ഫോണുകൾ വേറെ നമ്മൾ അതിൽ നിന്ന് അകറ്റുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അനുദിനം അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകറ്റുന്ന ഒരു ഉപകരണമായി തീരുന്നുണ്ട്. അതിന്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഓരോരുത്തരും സേവ് ചെയ്തിട്ടുള്ള കോമഡിയുടെ കണക്ക് നോക്കിയാൽ ചിലപ്പോ വലുതെടുക്കും. അല്ല, നമ്മൾ ഇരിക്കേണ്ടത് ത്വയ്യിബീങ്ങളായ ആളുകളുടെ കൂടെയാണ് ഇരിക്കേണ്ടത്. സാദിഖീങ്ങളുടെ കൂടെ ഇരിക്കണം. അവരുടെ നല്ല നല്ല വചനങ്ങൾ നമ്മൾ കേൾക്കണം. നമ്മളെന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം, മസ്ലഹത്തുള്ള കാര്യം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇതാണ് മുജാലസത്തു ത്വയ്യിബീൻ വൽഇൽതിഖാതു മിൻ കലാമിഹിം. ഇതാണ് 8-ാമത്തേത്. 9-ാമത്തേത്. ഇനി 10-ാമത്തേത് മുബാഅദതു കുല്ലി സബബ് യഹൂറു ബൈനൽ ഖൽബി വബൈനല്ലാഹി അസ്സ വജൽ. മൊത്തത്തിൽ പറയാം, അള്ളാഹുവിന്റെയും നമ്മുടെ ഹൃദയത്തിന്റെയും ഇടയിൽ മറയിടുന്ന ഒരുപാട് കാര്യങ്ങൾ, മആസികളെല്ലാം തന്നെ അതിൽപ്പെട്ടതാണ്. ഫുദൂലിയാത്തിലുള്ള ഇഗ്റാഖ് അതിൽപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. ഇത് പ്രായോഗികമായ നടപടികളാണ്. എന്നിട്ട് അള്ളാഹിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കുക.
അള്ളാഹുവിലേക്കുള്ള സാമീപ്യം വർദ്ധിപ്പിക്കുക, മഹബത്ത് വർദ്ധിപ്പിക്കുക. മഹബത്ത് വർദ്ധിക്കുന്ന ആ കരുത്തിൽ നേരത്തെ പറഞ്ഞ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി മുവാലാത്ത് കാണിക്കുന്ന, അള്ളാഹ്ക്ക് വേണ്ടി മുആദാത്ത് കാണിക്കുന്ന ആളുകൾ, ഇതാണ് അവരിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. മറിച്ച് അള്ളാഹ്ക്കുള്ള സ്നേഹം വേറെ ആർക്കെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ശിർക്കുൻ അക്ബറാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ റസൂലിനെയും സ്നേഹിക്കുന്നതിൽ കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ അൽ കമാലുൽ വാജിബ്, നിർബന്ധമായും നമ്മൾ പൂർത്തീകരിക്കേണ്ട ആ പൂർണ്ണത ഉണ്ടല്ലോ, ആ പൂർണ്ണതയിൽ വരുന്ന കുറവാണ്. അത് വളരെയധികം ദോഷം ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതുപോലെ മുആഫാത്തിൽ മരിച്ചു പോയാൽ ഒരു പക്ഷെ സ്വർഗത്തിൽ കയറും, അല്ല മെഹന വരികയാണെങ്കിൽ നമ്മളൊക്കെ മുഖം കുത്തി വീഴുന്ന ഒരവസ്ഥ വരും. ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഇൽമിനെ യഖീനാക്കിയിട്ട്, ഈമാൻ യഖീനിന്റെ ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി വെറുക്കാൻ. ദുനിയാവല്ല, അള്ളാഹുവിന്റെ മാർഗമാണ് ഏറ്റവും വലുത് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഈ കാര്യമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിൽ